ഹിന്ദി ഹൃദയഭൂമിയിലുണ്ടായ ആഘാതം, അതായത് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഉത്തർപ്രദേശിലെ സീറ്റുകളിൽ ഒരു ചാഞ്ചല്യവും ഉണ്ടാകില്ല. അവിടെ നിന്ന് ഇന്ത്യയിൽ ആകമാനം നടന്ന വമ്പൻ റാലികൾ, എണ്ണം പറഞ്ഞ റാലികൾ, എണ്ണമില്ലാത്ത റാലികളൊക്കെ നടത്താൻ മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ആത്മവിശ്വാസം നൽകിയത് UP സേഫ് ആണെന്ന ചിന്തയാണ്. പക്ഷെ അവിടെ വലിയ ആഘാതം ഉണ്ടായി. മറ്റൊന്ന്, ദളിത് വോട്ടുകളൊക്കെ തന്നെ കോൺഗ്രസിലേക്ക് പോയി എന്നുള്ളതാണ്. കാരണം അങ്ങനെ ഒരു പ്രചരണം നടത്താൻ ഇന്ത്യ സഖ്യത്തിന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ രാജസ്ഥാൻ ആയാലും ബീഹാർ ആയാലും അവിടെയൊക്കെ തന്നെ മോദിയുടെ വാക്കുകളെ ഈ ദളിത് വിരുദ്ധമായ നിലപാട് എന്ന രീതിയിൽ ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. സാധാരണഗതിയിൽ BSPക്ക് ഈ ദളിത് മേഖലയിൽ ഉണ്ടായിരുന്ന വലിയൊരു അപ്രമാദിത്വം SP-യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഖിലേഷിന് ഇത്രയും വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ഇനി മായാവതിയെ ഒരു ബീറ്റിംഗ് കളിക്കാൻ അനുവദിക്കില്ല എന്ന തീരുമാനം UP എടുത്തു. എനിക്കൊന്ന് അവിടെ ഒരു കോംബോ, ഈ അഖിലേഷ് രാഹുൽ കോംബോ, അതുകൂടിയൊക്കെ ഈ വളരെ ജനാധിപത്യത്തിന്റെ ആ ഒരു മഹനീയത എന്നൊക്കെ പറയാൻ കഴിയുന്ന തെളിവുകളാണ് നമ്മൾ ആ UP യിൽ നിന്നൊക്കെ കണ്ടത്. പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു വലിയ ആത്മവിശ്വാസം ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറയാണ്. അതായത് അദ്ദേഹം പറയുന്നത് UP യിൽ സാധ്യമാണെങ്കിൽ ഇന്ത്യയിൽ മറ്റെവിടെ സാധ്യമല്ല എന്നുള്ളത് വലിയ തിരിച്ചറിവ് കോൺഗ്രസിന് കിട്ടുകയാണ്. UP യിൽ സാധ്യമാണ് എങ്കിൽ ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ഇവർക്ക് ഇത് സാധ്യമാകുമെന്ന ആത്മവിശ്വാസം കൂടിയാണ് റിസൾട്ട്. തീർച്ചയായും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നമുക്ക് അനൂപ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അനൂപ് വരണം. അനൂപ് ദാസിലേക്ക് നമുക്ക് പോകാം. അനൂപ്, എവിടെ പിഴച്ചു എന്നാണ്? ഏത് സാധാരണഗതിയിൽ ഒരു പതിറ്റാണ്ട് കാലമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ക്രൈറ്റീരിയ തീരുമാനിക്കുന്നത്, അല്ലെ, അവർ തീരുമാനിക്കുന്നിടത്തേക്ക് അല്ലെങ്കിൽ BJP NDA തീരുമാനിക്കുന്ന ഇടത്തേക്ക് യാത്ര ചെയ്യുന്നതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഒരു ശീലം. അവിടെ നിന്ന് ഏത് ചുവടുവെപ്പ് പിഴച്ചു എന്നായിരിക്കാം BJP കരുതുന്നത് ഈ ഘട്ടത്തിൽ? ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പിഴച്ചുപോയി എന്നതാണ് BJPക്ക് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മതവും ഒപ്പം തന്നെ വർഗീയ പരാമർശങ്ങളും മതപരമായ ചില മുദ്രാവാക്യങ്ങൾ ഉയർത്തിയുള്ള മുന്നോട്ട് പോക്കും കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, ഒപ്പം തന്നെ മറ്റ് കർഷകരുടെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മണിപ്പൂരിലെ ജനങ്ങൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നേരിട്ട പ്രശ്നങ്ങളൊന്നും കണക്കാക്കാതെ മുന്നോട്ട് പോയത് കനത്ത തിരിച്ചടി BJPക്ക് നൽകി എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കാര്യം. മണിപ്പൂർ മാത്രം നോക്കിയാൽ അവിടെ 2 സീറ്റുകളിലും BJPക്ക് അവരുടെ മുന്നണിക്ക് പരാജയപ്പെടേണ്ടി വരുന്നു. UP യിലേക്ക് വരുമ്പോൾ അവിടെയും കനത്ത പരാജയം. ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം.